ഇവിടെ പീഡിപ്പിച്ചു എന്ന ആരോപണ വിധേയനായിട്ടുള്ള ഒന്നിലധികം കേസുകൾ നിലവിലുള്ള വേടന്റെ കൂടെ കഞ്ചാവ് പിടിച്ച് ആ ഒരു അവസ്ഥയിലും അങ്ങനെയൊക്കെ ആയ ഒരു വ്യക്തിക്ക് കേരള സർക്കാർ അവാർഡ് കൊടുക്കുകയും ഈ അവാർഡ് ജൂറിയിലുള്ള ആളായിരുന്നു. ദിലീപിനെ കുറ്റം പറയുന്ന ഇവർ, ദിലീപ് ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഉണ്ടോ? കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. പൾസർ സുനി ഇവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുകയും ഒത്തിരി നല്ല മുന്തിയ ഹോട്ടലിൽ താമസിക്കുകയൊക്കെ ചെയ്തു. ഈ കാശാരാ കൊടുത്തത്? ആരായിരുന്നു ഇതിന്റെ പിന്നിൽ? ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന അതിജീവിത ഉൾപ്പെടെയാണ്, അവരുൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. ഭാഗ്യലക്ഷ്മിക്ക് മുഖ്യമന്ത്രിയായിട്ടൊക്കെ നല്ല ബന്ധമാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ ഭരണപക്ഷം ഇവൾ ഉഴുത്തു മരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ദിലീപിനെ ഇനിയും ജയിലിനകത്താക്കണം. അതിനുവേണ്ടി സർക്കാർ നിൽക്കണം, സർക്കാരും പോലീസും നിൽക്കണം. ഈ പറയുന്ന ലാല്, ആരോപിക്കപ്പെട്ട നടി, ഇവരെല്ലാം കൂടി ഒരു ടീമായിട്ട് ചേർന്നിട്ട് ദിലീപിനെ കുടുക്കിയതാണിത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഇനി ഒരു കോടതിയും, സുപ്രീം കോടതിയിൽ പോയാൽ പോലും അദ്ദേഹത്തെ ശിക്ഷിച്ച് ജയിലിനകത്തിടാൻ പറ്റും. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വട്ടിയൂർക്കാവ് അജിത് കുമാർ സാർ ആണ്. സാർ നമസ്കാരം. ഇപ്പൊ മാർട്ടിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ, മാർട്ടിൻ പങ്കുവെച്ച ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അതിജീവിതയുടെ പേര് പരാമർശിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ എതിരെ ഇപ്പൊ കേസ് പോയിട്ടുണ്ട്. മാർട്ടിനും കേസ് പോകും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇതാണ്, അതില് ഈ അതിജീവിത എന്ന് വിളിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ, ആ ഒരു നടിയുടെ പേഴ്സണൽ പ്രൊഫൈലിൽ പങ്കുവെച്ചിട്ടുള്ള ഒരു പോസ്റ്റ്, അതും ഇതിനേലും വൈറലായിട്ടുള്ള ഒരു പോസ്റ്റാണ്. കോടതി വിധിയിൽ അവര് ഒരു എന്താ പറയാ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് പോകുന്നത്. അതിനകത്ത് ഞാൻ എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാനത് ഇങ്ങനെ, എനിക്ക് എന്താ പറയാ, ഇനിയിപ്പം ഞാൻ പറയണത് തെറ്റാണെങ്കിലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചു നോക്കി. പക്ഷെ എനിക്ക് അന്നേരം ഷെയർ ചെയ്ത പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവരുടെ ബുദ്ധിമുട്ടാണ് അവര് അറിയിച്ചത്, അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷെ ഈ മാർട്ടിൻ ഇങ്ങനെ പറഞ്ഞപ്പോ അത് ഒരു കേസായിട്ട് മാറിയ കാര്യം. എങ്ങനെയാണ് ഈ രണ്ട് ഇത് അവർക്ക് പറയാമെങ്കിൽ ഇവര് പേര് പറയുന്നു? അത് ഞാൻ ഒരു എക്സാമ്പിളോട് കൂടി പറയാം. മീനു മുനീർ എന്ന് പറഞ്ഞ ആരോപണമായിട്ട് വന്നിട്ടുള്ള ടീം അറിയാലോ. പുള്ളിക്കാരി ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് റിപ്പോർട്ടർ ചാനലില് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരുടെ മുഖം ബെഡർ ചെയ്താ കാണിച്ചേ, വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിക്കാതിരുന്നപ്പോ ഇവര് പറഞ്ഞ എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് എണീറ്റ് പോവുകയാണ്. എങ്ങനെയുണ്ട്? ഇവർ ഇര എന്നുള്ള രീതിയിലാണ്, അതിജീവിത എന്നുള്ള രീതിയിലാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. പേര് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ ഈ സ്ത്രീ തന്നെ പറയുകയാണ് അങ്ങനെയാണെന്ന് എഴുതി കാണിച്ച ആദ്യത്തെ ചർച്ചയിൽ. അപ്പൊ അങ്ങനെ എഴുതി കാണിച്ച ആ സംഭവത്തിൽ അവർ പറയുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചർച്ചയിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മൈക്ക് ഊരി വെച്ചിട്ട് എണീറ്റ് പോകാൻ പോയപ്പോഴാണ് ഇരിക്കും അത് മാറ്റാന്ന് പറഞ്ഞിട്ട് മാറ്റി അവരുടെ പേര് മീനു മുനീർ എന്നൊക്കെ എഴുതി കാണിച്ച് അവരുടെ ചർച്ച മുഴുവൻ അവിടെ സംഭാഷണം മൊത്തം കാണിച്ചത്. ഞാൻ ചോദിക്കട്ടെ, അതുപോലെയാണ് ഈ പറയുന്ന പ്രശസ്തയായിട്ടുള്ള നടിയും. ഇവർക്കൊക്കെ ഇവരുടെ പേര് വരണം, ഇവരുടെ പേര് പറയണം, ഞാനാണ് എന്ന് കാണിച്ചു കൊടുക്കലാണ് ഇവരുടെയൊക്കെ പരിപാടി. കാരണം ഇവർ വൈറലാകുവാനും ജനങ്ങളുടെ ഇടയിൽ ഇവർക്കൊരു നല്ല പേര് കിട്ടുവാനും വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്ന ഉടായ്പകളാണ്. അല്ലാതെ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇവർ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള അങ്ങനെ ഇടില്ലല്ലോ. അങ്ങനെ അവരിലിടില്ല. സ്വാഭാവികമായിട്ട് അവർ ഈ ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവരെ കൊണ്ടല്ലേ ഇടിക്കുള്ളൂ. അപ്പോഴല്ലേ അതിജീവിത അവൾക്കൊപ്പം എന്നൊക്കെ അവർക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ സ്വന്തമായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഞാനാണെന്നുള്ളത് ഞാൻ തന്നെ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ മറ്റുള്ളവർ ഈ മാർട്ടിൻ ഇട്ട സാധനം ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ പേജിൽ ഷെയർ ചെയ്തില്ല, പക്ഷെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചൊക്കെയാണ്. പിന്നെ വാട്സപ്പിൽ കൂടി പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരാളല്ല, ഒരുപാട് പേര് അയച്ചു തന്നപ്പോഴാണ് ഇതിലെന്തോ ഉണ്ടെന്ന് വിചാരിച്ച് ഞാനത് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ മറ്റൊരാൾ, പുരുഷന്മാർ, അതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് നീതിയാണ്, ഒരു നീതിയല്ല. ഇപ്പം മനുഷ്യരെന്ന് പറയുമ്പം നമുക്കിവിടെ ഒരു നിയമം ഉണ്ടാക്കുന്നുവെങ്കിൽ തുല്യതയായിരിക്കണം. അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ പെണ്ണിനൊരു നീതി, ആണിനൊരു നീതി. അവൻ ചെയ്തു കഴിഞ്ഞാൽ തെറ്റും, പെണ്ണ് ചെയ്താൽ ശരി. എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു, ഇത് അത്യാവശ്യം എന്താ പറയുക, ഇത്ര ആളുകൾ അറിഞ്ഞിട്ടുള്ള ഒരു കേസാണ്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാവില്ല. എല്ലാം കൂടി അങ്ങ് നശിപ്പിക്കാൻ പറ്റും. ഇപ്പൊ കാറിനകത്ത് വെച്ചല്ല ഷൂട്ട് ചെയ്തെന്നാണ് മാർട്ടിൻ പറയുന്നത്. ഞാനത് കേട്ടായിരുന്നു. ഈ അതിജീവിതയും
പൾസർ സുനിയുമായിട്ടുള്ള ഈ വിഷയങ്ങൾ എന്തൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ആ സാധനം കാറിനകത്ത് വെച്ചല്ല എന്നാണ് പറയുന്നത്. ഒരു കാറിനകത്തിരുന്ന് ഇത്രയും തിരക്കുള്ള റോഡിൽ എങ്ങനെ സാധിക്കും, എങ്ങനെ നടക്കും? ഡ്രൈവറായിട്ട് ആ വണ്ടിയിലുണ്ടായിരുന്ന ആൾ പറയുകയാണ് ഇവിടെ എല്ലാം ഷൂട്ട് ചെയ്തത്, അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്, ഇത്രയും പേരുടെ മുൻപിൽ അങ്ങനെയല്ല സംഭവം നടന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഇതേത് നമ്മൾ വിശ്വസിക്കണം? നമ്മൾ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ സ്ത്രീകളാണ് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തത് അല്ലേ? ഒരുപാട് പേര്, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാർ ബഹുഭൂരിപക്ഷം പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കഥയിലോട്ട് വരുമ്പോൾ മൊത്തം ഇത് വ്യാജമായിട്ട് മാറുകയല്ലേ? ഞാൻ ചോദിക്കുന്നത്, പൾസർ സുനീനെ വിശ്വസിക്കാമെങ്കിൽ മാർട്ടിനെയും വിശ്വസിച്ചൂടെ? ഇനി പൾസർ സുനി ഇവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുകയും ഒത്തിരി നല്ല മുന്തിയ ഹോട്ടലിൽ താമസിക്കുകയൊക്കെ ചെയ്തു. ഈ കാശ് ആരാ കൊടുത്തേ? ദിലീപല്ലല്ലോ. ദിലീപ് കൊടുക്കില്ല. ദിലീപ് അത്ര മണ്ടനാവോ? അയാളെപ്പറ്റി ഓൾറെഡി പേരുദോഷം കിടക്കുകയാണ്. ഇയാൾക്ക് വേണ്ടി കോടികൾ കൊടുക്കുന്നു, മറ്റേ 1 കോടിയോ എന്ന് കൊട്ടേഷൻ കൊടുത്തതെന്നൊക്കെ ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ തെളിവായില്ലേ? അപ്പം കൊടുക്കോ? അപ്പം അങ്ങനല്ല, ഇത് വേറെ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ പിന്നിലുള്ളവരെ കണ്ടെത്തിയാൽ മതി. കണ്ടെത്തില്ല. കാരണം എങ്കിൽ പോലീസിൻ്റെ കള്ളക്കളി മൊത്തം പൊളിയും. പോലീസും ഈ വൻപൻ ടീമുകളും ആയിട്ട് ദിലീപിനെ കുരുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ പൊളിയും. അവിടെയാണ് പ്രശ്നം. ആ പൊളിയുമായിട്ടാണ് ഇവൻ്റെ പുറകെ പോയില്ലല്ലോ. ഇവൻ ഈ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ ഡോറൊക്കെ അടിച്ച് പൊട്ടിച്ചില്ലേ? ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി, ആ സമയത്തിന് ഫുഡ് എന്തോ കൊടുക്കാതിരുന്നപ്പോൾ ഡോറിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചു. ആ ഒരു കേസിൽ ജാമ്യം ക്യാൻസൽ ചെയ്യാവുന്ന കേസാണ്. ജാമ്യം ക്യാൻസൽ ചെയ്തില്ല. ഇവൻ ഈ കാറിൽ ഈ മുന്തിയ ഹോട്ടലുകളും താമസിക്കാനുള്ള കാശ് എവിടെ? അന്വേഷിക്കാൻ പാടില്ലേ? സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമല്ലേ? ആ ആളിനെ പിടിച്ചൂടെ? ഈ നടിയുമായിട്ടുള്ള ഈ കാര്യങ്ങൾ ചിത്രീകരിച്ചു ഇതെല്ലാം ഉണ്ടാക്കിയൊരു കൊട്ടേഷൻ ദിലീപ് അല്ല എന്നുള്ളത് നമുക്കറിയാം. അത് നമുക്ക് വിശ്വാസമാണ്. ഇപ്പോൾ കോടതിയും വെറുതെ വിട്ടു. ആരായിരുന്നു ഇതിൻ്റെ പിന്നിൽ? ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന അതിജീവിത ഉൾപ്പെടെയാണ് എന്നല്ലേ മാർട്ടിൻ പറയുന്നത്. അവരുൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു ഇയാൾക്കെതിരെ. കൊട്ടേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞില്ലേ? അപ്പം ഞാൻ കൊട്ടേഷൻ തന്നു എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ പോലീസ് അത് മുകളിലേക്ക് എടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോകും. അതിൻ്റെ പിന്നാമ്പുറത്ത് തലപ്പത്തുള്ള ADGP ആയിട്ട് ബന്ധം പലർക്കും ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സർക്കാർ നമ്മുടെ ഈ അതിജീവിതയുടെ ഒപ്പമാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, കഴിഞ്ഞ ഒരു പരിപാടിക്ക് ഈ അതിജീവിതയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ഒരു എന്തോ ഒരു ഫംഗ്ഷൻ, ക്രിസ്മസ് വിരുന്നിനും അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ദിലീപ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ദിലീപിനെ ചിലപ്പോ വിളിച്ചു എന്ന് വരില്ല. അതിജീവിതനെ വിളിച്ചത് നല്ല കാര്യം, ഇപ്പോഴും ഞാൻ പറയുന്നു നല്ല കാര്യം. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒരു സംതിങ് ഫിഷി അതിലുള്ള വിഷയം ഞാൻ പറഞ്ഞുതരാം. ദിലീപിനെ ഇനിയും ജയിലിനകത്താക്കണം. അതിനുവേണ്ടി സർക്കാർ നിൽക്കണം, സർക്കാരും പോലീസും നിൽക്കണം. ഇതാണ് ഇവരുടെ കുറച്ച് പേരുടെ. പിന്നെ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള, ഭാഗ്യലക്ഷ്മിക്ക് മുഖ്യമന്ത്രിയായിട്ടൊക്കെ നല്ല ബന്ധമാണ് കേട്ടോ. ഭാഗ്യലക്ഷ്മിക്ക് രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ ഭരണപക്ഷം ആയിട്ട് നല്ല ബന്ധമുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അറിവോട് കൂടിയിട്ടാണ് ഈ പറയുന്ന അതിജീവിത മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ പോയി കാണുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ക്രിസ്മസ് വിരുന്നിലൊക്കെ പുള്ളിക്കാരിയെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകണം എന്നും ദിലീപിനെ ഇനിയും എന്ന് പറഞ്ഞാൽ മേൽക്കോടതി ഉണ്ടല്ലോ, ഹൈക്കോടതി പോകാം, സുപ്രീം കോടതി വരെ പോകാൻ കിടക്കുകയല്ലേ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ ജയിലിൽ അടയ്ക്കണം, ഇനിയും കുറ്റക്കാരനായിട്ട് കണ്ടെത്തണം. ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കയറി ഇറങ്ങുന്നത്. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഇനി ഒരു കോടതിയും, സുപ്രീം കോടതിയിൽ പോയാൽ പോലും അദ്ദേഹത്തെ ശിക്ഷിച്ച് ജയിലിനകത്തിടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ നിരപരാധികളൊന്നും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത്, അത് ആണായാലും പെണ്ണായാലും അല്ലേ, പെണ്ണുങ്ങളെ ശിക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ കുറ്റക്കാരായിട്ട് വന്നാലും അവരെ ശിക്ഷിക്കാതെ വിടുകയാണ്. കാരണം അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കഷായം ഗ്രീഷ്മയ്ക്ക് ജാമ്യം കൊടുത്തു വിട്ടത്. പിന്നീട് അത് പ്രക്ഷോഭം നടക്കുമെന്ന് ഞാനടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇരട്ട ജീവപര്യന്തം കൊടുത്തത്. അതിനുപോലും മുൻ ജഡ്ജി ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തു, വിമർശിച്ചു. അത് അറിയാമോ? കഷായം കമാൽ പാഷ ഉൾപ്പെടെയുള്ളവർ വലിയൊരു ഏതെങ്കിലും പുരുഷനായിരുന്നെങ്കിലോ. ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിട്ട ദിലീപിനെതിരെ ഇത്രയും അധിക്ഷേപം നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, കഷായം ഗ്രീഷ്മ പ്രണയത്തിൽ വിഷം കലർത്തി കൊടുത്ത ആ ദുഷ്ടയായിട്ടുള്ള ക്രൂരയായിട്ടുള്ള പെൺകുട്ടിക്ക്
ഇരട്ട ജീവപര്യന്തം കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ ജഡ്ജിയെ ക്രൂശിക്കാൻ പോയ റിട്ടയർഡ് ജഡ്ജിമാരും പോലീസ് തലപ്പത്തിരിക്കുന്നവരും ഉണ്ട്, നാട്ടുകാരും ഉണ്ട്, ജനങ്ങൾ. ഒന്ന് ആലോചിക്കണേ. അപ്പോൾ പെണ്ണിനൊരു നീതി, എങ്കിൽ പിന്നെ ഗോവിന്ദചാമി എന്തിനാ ജയിലിട്ടിരിക്കണേ? അയാൾക്ക് ശിക്ഷ കൊടുത്തപ്പോൾ അതിനെ കുറ്റം പറയണ്ടേ? എന്തിനാ ഗ്രീഷ്മ ചെയ്തത് തെറ്റല്ല എന്നുള്ള രീതിയിൽ വരുന്നത്? അയാളെ എന്നുവെച്ചാൽ ഷാരോൺ വിട്ടിട്ട് പോകണമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രണയത്തിൻ്റെ വില എന്താണെന്ന് ഇവർക്ക് ഈ പറയുന്നവർക്ക് അറിയൂ. അതേസമയം ഒരു പെണ്ണാണ് ആത്മഹത്യ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ എഴുതി വെച്ചിട്ട് ആത്മഹത്യ വെറുതെ ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ മതി, ഇവനാണ് ഷാരോനാണ് എൻ്റെ മരണത്തിന് കാരണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ട് മരിക്കുകയാണെങ്കിൽ ഷാരോൻ ജയിലിൽ പോയി കിടക്കണം. അവനെ തൂക്കിക്കൊല്ലാൻ വിളിച്ചാൽ ഇവിടെ ഒരു നാവനങ്ങില്ല. പക്ഷേ നേരെ തിരിച്ചായപ്പോൾ ഇതാണ് പ്രശ്നം. ആ ഷാരോൺ എന്ന് പറയണോ ഇഞ്ചിഞ്ചായിട്ട് അവൻ ഒറ്റയടിക്ക് മരിച്ചതല്ല. അവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുമ്പോൾ പോലും അവൻ്റെ കുടലൊക്കെ അഴുകിയാണ് അവൻ മരിക്കുന്നത്. അങ്ങനെ മരിക്കുമ്പോൾ പോലും അവൻ ഈ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല, തള്ളി പറഞ്ഞിട്ടില്ല. ഇവൾ പുഴുത്ത് മരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് സത്യം. അങ്ങനെയാണ് നടക്കേണ്ടത്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര ട്രോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിജീവിതയുടെ ഒപ്പമാണ്, അവൾക്കൊപ്പമാണ്, പക്ഷേ വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. വേടൻ എന്ന് പറഞ്ഞാൽ വേടൻ തെറ്റ് ചെയ്തു എന്നല്ല, ഇതേപോലെ ഉണ്ട് കേസാ. വേടൻ തെറ്റ് ചെയ്തു എന്നല്ല, ഞങ്ങളുടെ അഭിപ്രായം തെറ്റ് ചെയ്തതല്ല. ദിലീപിനെ കുറ്റം പറയുന്ന ഇവർ, ദിലീപ് ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഉണ്ടോ? കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. ഇവിടെ പീഡിപ്പിച്ചു എന്ന ആരോപണ വിധേയനായിട്ടുള്ള ഒന്നിലധികം കേസുകൾ നിലവിലുള്ള വേടന്റെ കൂടെ സംസ്ഥാന കഞ്ചാവ് പിടിച്ച് ആ ഒരു അവസ്ഥയിലും അങ്ങനെയൊക്കെ ആയ ഒരു വ്യക്തിക്ക് കേരള സർക്കാർ അവാർഡ് കൊടുക്കുകയും ഈ അവാർഡ് ജൂറിയിലുള്ള ആളായവർ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ആ അവാർഡ് ജൂറിക്കകത്തുള്ള വ്യക്തി അയാളോടൊപ്പം ഇരുന്ന് ആ ഫംഗ്ഷന് അറ്റൻഡ് ചെയ്ത വ്യക്തി അവിടെ ചിരിച്ച് സല്ലപിച്ച് വേടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ അതിജീവിതയോട് പറയാൻ പറ്റുന്നത്? അപ്പം മറ്റൊന്നും അതിജീവിത അല്ലേ? അതെന്ത് രാഷ്ട്രീയമാണ്? അല്ലെങ്കിൽ അവിടെ എന്താ ഇവരുടെ ഉടായ്പതാണെന്നേ. ഇവർ ഈ പറയുന്ന നടിക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്. ഇവർ അതിനു വേണ്ടിയിട്ടല്ല. ഇവർ കുറച്ച് പേര് ദിലീപ് എന്ന് പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ടില്ലാത്ത അയാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മിമിക്രി കളിച്ചു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു. അതിൽ കൂടി അദ്ദേഹം നേരെ ഇപ്പോൾ ഇവിടുത്തെ ഏതൊരു സൂപ്പർ സ്റ്റാറിനേക്കാളും മേളിലായി നിന്നപ്പോഴേ കേസ് വന്നത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും സമാസമം എന്ന് പറഞ്ഞാൽ അവർ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാറോട് നിൽക്കുമ്പോൾ ഒരു സൈഡിൽ കൂടി ഇദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തെക്കാളും ഇവർ രണ്ടുപേരെക്കാളും മേളിൽ വന്ന അവസ്ഥയുണ്ട്. മലയാള ഈ അമ്മ സംഘടന ഭരിക്കുന്നത് ദിലീപായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് അമ്മ സംഘടന മാത്രമല്ല, ഫെഫ്ക, അങ്ങനെ ഒരുപാട് സംഘടനകൾ ഭരിക്കുന്നത് ദിലീപാണ്. ആ ഒരു കണ്ടീഷനിലെത്തി. അങ്ങനെ എത്തിയപ്പോഴാണ് ഇയാളെ താഴെ ഇടണമെന്ന് തോന്നിയത്. ഇവരൊരു ടീം തന്നെ ഉണ്ട്. അന്നത്തെയും ഇന്നത്തെയും യുവ നടന്മാരെന്നൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് ടീമുകളും ദിലീപിനോളം എത്തുന്നില്ല ആർക്കും. ഇയാൾ ജനപ്രിയ നടനായിട്ട് ജനങ്ങളുടെ ഇടയിൽ സ്ത്രീകളുടെ ഇടയിൽ കുട്ടികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വളർന്ന് വലുതായി. അതവർക്ക് സഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ മാർട്ടിൻ പറഞ്ഞതും എല്ലാം കൂടി നമ്മൾ മനസ്സിലാക്കിയത്, ഇവർ കുറച്ച് പേര്, രമ്യ നമ്പീശൻ, ഈ പറയുന്ന ലാല്, ഈ ആരോപിക്കപ്പെട്ട നടി, ഇവരെല്ലാം കൂടി ഒരു ടീമായിട്ട് ചേർന്നിട്ട് ദിലീപിനെ കുടുക്കിയതാണിത്.